ഓക്കെ മക്കളെ, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ 17 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ വീഡിയോയിൽ 3 ചോദ്യങ്ങൾ കാണാം. വളരെ ശ്രദ്ധിക്കണം മക്കളെ, 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഒരു ഭിന്നസംഖ്യ തന്നാൽ അതിനെ നമുക്ക് എങ്ങനെ ശതമാനത്തിലാക്കാം? ഒരു ഭിന്നസംഖ്യയെ how can we convert a fraction into decimal form? ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ നമുക്ക് ശതമാനത്തിൽ ആക്കി മാറ്റാം? അപ്പോൾ ഭിന്നസംഖ്യയെ 2 ഭാഗങ്ങളാക്കി തിരിക്കണം. ഒന്ന് ഛേദം 100 2 ഛേദം 100 അല്ലാത്തവ. അപ്പോൾ നിങ്ങൾക്ക് ഭിന്നസംഖ്യ തരുമ്പോൾ ശതമാനത്തിലാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 100 അടിയിൽ ഉണ്ടോ എന്ന് നോക്കണം, 100 അടിയിൽ ഇല്ലേ എന്ന് നോക്കണം. അപ്പോൾ 2 ഞാൻ കാണിച്ചു തരാം. 100 ഉണ്ടെങ്കിൽ എങ്ങനെ, 100 ഇല്ലെങ്കിൽ എങ്ങനെ? അപ്പോൾ 100 ഉണ്ടെങ്കിൽ എങ്ങനെ എന്ന് ചോദിച്ചാൽ 20/100. ഇപ്പോൾ അടിയിൽ 100 ഉണ്ട്. അടിയിൽ 100 ഉണ്ടെങ്കിൽ മക്കളെ എളുപ്പമാണ്, മുകളിൽ ഉള്ള സംഖ്യ എഴുതി ശതമാനം എന്ന ചിഹ്നം ഇട്ടാൽ മതി. അപ്പോൾ 20/100 20 ശതമാനമാണ്. 18/100 18 ശതമാനമാണ്. 3/100 3 ശതമാനമാണ്. എന്തെളുപ്പം? അടിയിൽ 100 വന്നാൽ ഇതങ്ങ് കളഞ്ഞ് ശതമാന ചിഹ്നം എഴുതിയാൽ മതി. അതായത് ഛേദം 100 ആയ ഭിന്നത്തിനെ ശതമാനമാക്കാൻ ഛേദം കളഞ്ഞ് ശതമാന ചിഹ്നം എഴുതിയാൽ മതി. എന്നാൽ എല്ലാ ഭിന്നസംഖ്യകൾക്കും ഛേദം 100 ആകണം എന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സംഖ്യകൾ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? നോക്കുക, ഛേദം 100 അല്ലാത്ത കുറച്ച് ഭിന്നസംഖ്യകളെ ഞാൻ എഴുതാം. ഛേദം 100 അല്ല. 7/50 ഛേദം 50 ആണ്. 6/25 ഛേദം 25 ആണ്. 3/10 ഛേദം 10 ആണ്. ഛേദം 100 ആണെങ്കിൽ മാത്രമേ എഴുതാൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. പക്ഷെ പരീക്ഷയ്ക്ക് 50 വരാം, 25 വരാം, 10 വരാം, ഏത് സംഖ്യയും വരാം. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നോക്കുക. അപ്പൊ നമ്മൾ എഴുതണം 7/50 സമം 50നെ 100 ആക്കാൻ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 50നെ 2 കൊണ്ട് ഗുണിച്ചാൽ 100 ആയി. 7നെയും 2 കൊണ്ട് ഗുണിക്കണം. ഈ 2 എവിടുന്നാ കിട്ടിയത്? 50നെ നമുക്ക് 100 ആക്കിയേ പറ്റൂ. അപ്പോൾ 50നെ 2 കൊണ്ട് ഗുണിച്ചാലേ 100 ആകൂ. സമാന ഭിന്നം ആവേണ്ടത് കൊണ്ട് 7നെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. 7നെ 2 കൊണ്ട് ഗുണിച്ചാൽ 14, 2നെ 50 കൊണ്ട് ഗുണിച്ചാൽ 100. ഓക്കെ മക്കളെ, നമുക്ക് അടിയിൽ 100 കിട്ടി. ഇപ്പോൾ നമുക്ക് ശതമാനത്തിലേക്ക് മാറ്റാം. ഇത് 14 ശതമാനമാണ്. അപ്പൊ 7/50 എന്ന് പറയുന്നത് 7 ശതമാനമല്ല, 14 ശതമാനമാണ്. എങ്ങനെയാണ് ഈ 14 കിട്ടിയത് മനസ്സിലായില്ലേ? 50നെ 100 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 7നെയും 2 കൊണ്ട് ഗുണിക്കണം. 7 2 14/100 സമം 14 ശതമാനം. അപ്പൊ നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. 6/25നെ ശതമാനത്തിലാക്കാൻ ഒരാൾ പറഞ്ഞു. 25നെ 100 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? ആലോചിച്ച് നോക്കിയേ. എത്ര 25ആണ് 100? 4 25ആണ് 100. അപ്പോൾ ഇവിടെയും 4. അടിയിൽ 100 ആയി, ശതമാനമായി. 6 4 24 24 ശതമാനം. ഓക്കെ, നമ്മളെ മനസ്സിലായില്ലേ? അപ്പോൾ 6/25നെ ശതമാനത്തിലാക്കുമ്പോൾ അത് 24 ശതമാനമാണ്, ഒരിക്കലും 6 ശതമാനം അല്ല. നമുക്ക് അടുത്തത് നോക്കാം. 3/10നെ എങ്ങനെ ശതമാനത്തിലാക്കാം? അടിയിൽ 100 വേണം. 10 × 10. മുകളിൽ
അടിയിൽ 100, മുകളിൽ 30. അതുകൊണ്ട് 30%. 3/10 3% മക്കളെ, 30%. അപ്പോൾ ഭിന്നസംഖ്യയെ ശതമാനത്തിലാക്കുക എന്ന ഒരു ചോദ്യം ഉറപ്പായും നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഭിന്നസംഖ്യയെ ശതമാനത്തിൽ ആക്കി. ഓക്കെ, ഇനി ഒരു സംഖ്യയുടെ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കാം? എല്ലാ പരീക്ഷയ്ക്കും വരുന്ന ഒരു ചോദ്യമാണ്, ഒരു സംഖ്യയുടെ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ചോദ്യം നോക്കുക. 12ന്റെ 50% എത്ര? 12ന്റെ 50% എത്ര? What is 50% of 12? ഒരു കാര്യം മനസ്സിലാക്കണം മക്കളെ, മലയാളത്തിൽ ഇന്റെ എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ഓഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. അപ്പൊ നമുക്ക് 12ന്റെ 12 ഇൻറ്റു 50%, 50/100. ഇതിന്റെ അർത്ഥം 12നെ 50 കൊണ്ട് ഗുണിക്കണം, 100 കൊണ്ട് ഹരിക്കണം. 12നെ 50 കൊണ്ട് ഗുണിച്ചാൽ 600 എന്ന് കിട്ടും. 600-ൽ 100 എത്ര പ്രാവശ്യം ഉണ്ട് എന്ന് ചോദിച്ചാൽ 6 എന്ന് കിട്ടും. അപ്പോൾ 12ന്റെ 50% എത്രയാണ്? 12ന്റെ 50% 6 ആണ്. നമുക്ക് ഇതേപോലെയുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. എട്ടിന്റെ 25% എത്ര? എന്താണ് ചോദ്യം? 8ന്റെ 25% എത്ര? നിങ്ങൾ നല്ലോണം ആലോചിച്ച് നോക്കിയേ. 8ന്റെ 25% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 8 ഇൻറ്റു 25/100. ഇതിൻ്റെ അർത്ഥം 8നെ 25 കൊണ്ട് ഗുണിക്കണം, 100 കൊണ്ട് ഹരിക്കണം. 8നെ 25 കൊണ്ട് ഗുണിച്ചാൽ നമ്മൾക്ക് 200 എന്ന് കിട്ടും. 200നെ 100 കൊണ്ട് ഹരിച്ചാൽ 2 എന്ന് കിട്ടും. ഇവിടെ 8ന്റെ 25% എന്ന് പറയുന്നത് 2 ആണ്. ഉറപ്പാണ് മക്കളെ, ഈ ചോദ്യം വളരെ അത്യാവശ്യമുള്ളതാണ്. വേറെ ഒരു കണക്ക് നോക്കാം. 1500ന്റെ 3% എത്ര? 1500ന്റെ 3% എത്ര? 1500ന്റെ 3% കണ്ടുപിടിക്കാൻ 1500 ഇൻറ്റു 3%ന്റെ 100. 1500നെ 3 കൊണ്ട് ഗുണിക്കാൻ മക്കൾക്ക് എല്ലാവർക്കും അറിയാം 4500.